നമസ്കാരം. നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞ ഒരു മുടിഞ്ഞ ഫലിതമുണ്ട്. കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും പറയുന്ന ഒരൊറ്റ വാക്കാണ് പിടിച്ചു നിൽക്കണം കേട്ടോ. ഈ ഒരൊറ്റ വാക്കേ പറവൂരെ ആ കുട്ടിയോടും പറയാനുള്ളൂ. എവിടെ പോയാലും പിടിച്ചു നിൽക്കണം. കോൺഗ്രസിൽ പിടിക്കാതെ നിൽക്കാം, പക്ഷേ CPM-ൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം പാടാണ് കുട്ടി. സ്ത്രീകൾക്ക് വേണ്ടി പൊരുതാനുറച്ച കുട്ടി ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതോടെ 10 ആൾ അറിഞ്ഞു തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞതൊന്നും. എത്രയോ സ്ത്രീകൾ അയാളുടെ ക്രൂരതയ്ക്ക് ഇരയായി. ഇനി ഒരാളും അയാൾ കാരണം മാനഭംഗപ്പെടരുത്. ഈ കുട്ടിക്ക് അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. കുട്ടി ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. പറവൂർ ഭാഗത്തൊക്കെ ഇപ്പോൾ നവോത്ഥാനം കിടന്നങ്ങ് പൊളയ്ക്കുകയാണ്. സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങി തകർന്ന സ്ത്രീജന്മങ്ങളാണ് അവിടെ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത്. ആ സ്ത്രീകൾക്ക് വേണ്ടി ഇതാ CPM-കാരുടെ ലോകമാതാ ജനനി എന്നറിയപ്പെടുന്ന ശൈലജ ടീച്ചറും എത്തിയിരിക്കുന്നു. തനിക്കെതിരെ വടകര തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഈ വർഗം ചെയ്തു കൂട്ടിയത്. ഏതോ ഒരു തങ്ങളുടെ കത്ത് വരെ വ്യാജമായി പ്രചരിപ്പിച്ചു എനിക്കെതിരെ. പക്ഷേ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മാത്രം ഈ ടീച്ചർ പറയുന്നില്ല. അത് പാർട്ടിയുടെ തന്നെ ചീമ്പിപ്പോയ ഒരു സൈബർ പോരാട്ടമായിരുന്നല്ലോ. ടീച്ചറുടെ മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പാർട്ടി മുഴുവൻ പറഞ്ഞിട്ടും ഗോവിന്ദനല്ലാതെ ഒരൊറ്റ മനുഷ്യനും അത് കണ്ടിട്ടില്ല. ഒടുവിൽ ടീച്ചർ തന്നെ പറഞ്ഞു വീഡിയോ ഇല്ല, പോസ്റ്ററാണെന്ന്. നവോത്ഥാന മതിലിനൊന്നും ഇനി ഇവിടെ പ്രസക്തിയില്ലെന്ന് പാർട്ടിയിലെ സഖാത്തികൾക്ക് മനസ്സിലായി. ആ മതിലിൻ്റെ ചെയർമാനും കാരണഭൂതനും കൂടി പോയല്ലേ പമ്പയിൽ നിന്നും ശരണം വിളിച്ചത്. ബിന്ദു അമ്മിണിമാരെ ഇനി മേലാൽ ഇങ്ങോട്ട് കയറ്റില്ലെന്നും അവർ പറഞ്ഞു. ആർത്തവ ഫെസ്റ്റും ചുംബന സമരവും ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അതിനാൽ ചേച്ചിമാരിപ്പോൾ ഒരു പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. സൈബർ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കുക. ഞങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കണം. എന്നാൽ ഞങ്ങളുടെ കമ്മികൾ അങ്ങോട്ട് ചെയ്യുന്നതൊന്നും ആരും എതിർക്കുകയും ചെയ്യരുത്. ആ വേദിയിലെ കഥ പറവൂരെ മോളൂസ് കുട്ടി കടന്നു ചെല്ലുന്നു. കുട്ടിയുടെ പോരാട്ട വീര്യത്തിൽ തകർന്നടിഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു. തൊടലഴിഞ്ഞ നായയെപ്പോലെ നടക്കുന്ന നിനക്കൊക്കെ ഇതുതന്നെ സംഭവിക്കും മാങ്കുട്ട. നിന്റെ നെകളിപ്പിന് ഇത്രയൊക്കെ അത്യാവശ്യവുമായിരുന്നു. അങ്ങനെ അവൻ്റെ പതനം നടന്നു. അതിൽ പിന്നെ ഒരൊറ്റ ദിവസവും ആ കുട്ടി ചിരി നിർത്തിയിരുന്നില്ല. ചിരിയോട് ചിരി. ചിലപ്പോൾ തോന്നും ആകാശഗംഗയിലെ ദിവ്യ ഉണ്ണി വിഴിഞ്ഞത്ത് നിന്നും ഈ കുട്ടിയിലേക്ക് ആവാഹിക്കപ്പെട്ടതാണെന്ന്. നവോത്ഥാന ചക്രവാളത്തിലെ പുത്തൻ താരോദയമായി കുട്ടി മാറി. മറ്റു കക്ഷികൾ കുട്ടിയെ ആക്രമിച്ചു. ആദ്യം കുട്ടി പറഞ്ഞത് സൈബർ ആക്രമണത്തിൽ ഞാൻ തകരില്ല, പിടിച്ചു നിൽക്കും എന്നായിരുന്നു. ഇപ്പോൾ സഹി കിട്ടും. സഹിക്കുന്നതിൻ്റെ പരമാവധി സഹിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പറവൂരെ മറ്റേ ടീച്ചർ അതിഭയാനകമായ സൈബർ ആക്രമണത്തിന് ഇരയായത്. ശൈലജ ടീച്ചറും ഈ ടീച്ചറും ഒന്നിച്ചൊരു വേദിയിലെത്തി. ആ വേദിയിലേക്ക് കോൺഗ്രസ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റേ കുട്ടി കൂടി എത്തിച്ചേർന്നു. ടീച്ചർ ഈ കുട്ടിയെ CPM-ലേക്ക് സ്വാഗതം ചെയ്തു. ആ പ്രസംഗത്തിൽ മാംഗോ കുട്ടി പറഞ്ഞു, ഞാൻ കൂടുതൽ വെളിപ്പെടുത്തിയാൽ കോൺഗ്രസ് താങ്ങില്ല, എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത്. അത് കേട്ട് ദേശീയ തലത്തിൽ വരെ കോൺഗ്രസ് നടുങ്ങി. ഹൈക്കമാൻഡ് ചളുങ്ങി. രാഹുൽ ഗാന്ധി ബൈക്ക് യാത്ര അവസാനിപ്പിച്ച് നമ്പർ 10 ജനപഥിലേക്ക് തിരിച്ചു വന്നു. ഇനി കുട്ടി എൻ്റെ പേര് പറയുമോ എന്ന് അയാളും ഭയന്നു. കുട്ടി കൂടുതൽ വെളിപ്പെടുത്തിയാൽ ആരൊക്കെ തുലയുമെന്ന് ആർക്കറിയാം. ദയവായി കേക്കച്ചനെയെങ്കിലും വെറുതെ വിടണേ കുട്ടി. പിതൃതുല്യനെന്ന് പറയുമ്പോഴേ ഞങ്ങൾക്കിപ്പോൾ പേടിയാണ്. കോൺഗ്രസ്സുകാരെ, നിങ്ങളുടെ സ്മാർത്ഥ വിചാരണ അവസാനിപ്പിക്കൂ. കുട്ടി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല. എന്തായാലും നവരാത്രി കാലത്ത് ദുർഗയായി അവതരിച്ച ടീച്ചർ കുട്ടിയെ നല്ല ഒന്നാന്തരം ഒരു പാർട്ടിയിലാക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടം ദേവതകളുടെ ആരാമമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ഇവിടെ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണ് AKG സെൻറ്ററുകാരുടെ ആപ്തവാക്യം. പീഡനത്തിൻ്റെ ഗ്രാവിറ്റിയും ക്വാണ്ടിറ്റിയും അളക്കാൻ കോലില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റേടത്തെ സ്ഥിതി അതല്ല. പനി അളക്കാനുള്ള തെർമോമീറ്റർ നാക്കിനടിയിലും കക്ഷത്തിലും വയ്ക്കുന്നത് പോലെ പാർട്ടി ഒരു പരിശോധന അങ്ങ് നടത്തും. ലൈംഗിക റിക്ടർ സ്കെയിലിൽ 4 വരെയുള്ളതൊന്നും തീവ്രതയുള്ള പീഡനമായി അവർ കണക്കാക്കില്ല. എന്തായാലും ടീച്ചർ കുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ് ശരിക്കും പ്രസ്ഥാനം. പീഡനമില്ല, പരാതികളില്ല, ചൂഷണമില്ല, മോളൂസെ എന്ന വിളിയില്ല, ഹോട്ടലിലേക്ക് വിളിയില്ല. പകരം മൂന്നാറാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ക്ഷണം സ്വീകരിച്ച് മഴ നനഞ്ഞു വരുന്ന യുവതികൾക്കായി അവർ റെയിൻകോട്ട് ശുപാർശ ചെയ്യും.
സ്ത്രീ സുരക്ഷയിൽ എത്രമാത്രം ഉത്കണ്ഠയുള്ളവരാണ് ഈ പാർട്ടിയിലുള്ളത്? തലയിൽ വെള്ളം വീണ് പനി പിടിച്ചാൽ എന്തു ചെയ്യും? 916 കുഞ്ഞൂട്ടി പറയുന്നത്, പ്രസ്ഥാനത്തിലെ ചില നല്ല മനുഷ്യരെ ഓർത്താണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. പ്രസ്ഥാനത്തിലെ വഴിപിഴച്ച നാറികളെപ്പറ്റി പറയൂ കുട്ടി. ഇവിടെ ആർക്കും ഒരു ഞെട്ടലും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കുട്ടിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വന്നാൽ പ്രസ്ഥാനം തകരുമത്രേ. ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വെളിപ്പെടുത്തൽ കേട്ട് തകരുന്നതാണോ ആ പ്രസ്ഥാനം? കുട്ടിയെല്ലാം തുറന്നു പറയണം. അതിനുള്ള ഹാൻഡിലിംഗ് ചാർജൊക്കെ പിണറായി വിജയൻ തരും. ഈ നാട്ടിലെ കമ്മികളല്ലാതെ ആരും കുട്ടിയുടെ വെളിപ്പെടുത്തൽ കേൾക്കാൻ കാതു കൂർപ്പിക്കുന്നില്ല. അല്ല കുട്ടി, ആ രാഹുൽ ഗർഭം എവിടെ അലിഞ്ഞു? ചരിത്രത്തിൽ ഹിരണ്യഗർഭം എന്നൊരു സംഭവമുണ്ട്. ഗർഭവുമായി യാതൊരു ബന്ധവുമുള്ള വാക്കല്ല അത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്ത് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണത്. സാമന്തനായ കിരീടാവകാശിയെ സാമന്ത ക്ഷത്രിയനാക്കുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. ഈ ചടങ്ങിന് ശേഷമാണ് രാജാവായി പട്ടാഭിഷേകം നടത്തുന്നത്. ഹിരണ്യമെന്ന് പറയുന്നത് സ്വർണ്ണ പാത്രത്തിനെയാണ്. അതിനകത്തുള്ള തീർത്ഥത്തിൽ മുങ്ങി നിവരുന്നതോടെ ക്ഷത്രിയനായി മാറുന്നുവെന്നാണ് സങ്കല്പം. ഇവിടെ CPMൻ്റെ രാഹുൽ ഗർഭം സാമന്തനായി വാഴിക്കാനുള്ളതല്ല, നാണം കെടുത്തി നശിപ്പിക്കാനുള്ളതാണ്. ആരോപണവും ശബ്ദരേഖയും പുറത്തു വന്നിട്ട് മാസം 1.5 കഴിഞ്ഞു. ഗർഭിണിയുമില്ല, പരാതിക്കാരുമില്ല, ഛിദ്രവുമില്ല. അപ്പോഴാണ് ആ കുട്ടി ഞെട്ടിപ്പിക്കാൻ പോകുന്നത്. അല്ല, ഇത്രയൊക്കെ രഹസ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുട്ടി ശരിക്കും ആ പ്രസ്ഥാനത്തിലെ ആരാണ്? ഏതെങ്കിലും ഒരുത്തിക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഗർഭമുണ്ടാക്കിയാൽ തകരുന്നതാണോ കുട്ടി ഈ പാർട്ടി? ഇത് കേട്ട് ഞെട്ടാനിരിക്കുകയാണോ നാട്ടുകാർ? പെണ്ണുകേസിൽപ്പെട്ടവൻ കാരണം പാർട്ടി മുടിയാനായിരുന്നെങ്കിൽ CPM എന്നേ കഥാവശേഷമാകുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ മുതുകോഴിയായ കണ്ണൂർ കോഴി മുഖ്യൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, 2ാം കോഴി കുളക്കോഴി KTDC ചെയർമാൻ, 3ാം കോഴി കാട്ടുകോഴി കേരള ബാങ്കിൻ്റെ ചെയർമാൻ, 4ാം കോഴി കൊല്ലം കോഴി ആരാധ്യനായ MLA. അതിനാൽ കുട്ടി എത്രയും വേഗം അങ്ങോട്ട് പോവുക. മോളൂസ എന്നല്ല പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞ് കരയാൻ വരെ ഇടതുപക്ഷത്ത് കടൽ കോഴികളുണ്ട്. സതീശൻ പറവൂരിലെ വീടുകളിൽ കയറി കേക്ക് കണ്ണാക്കിൽ കൊടുത്ത വകയിൽ ഇനി വല്ല വേഷത്തരണികളും പുറപ്പെടാൻ ബാക്കിയുണ്ടെങ്കിൽ സ്റ്റാൻഡിൻ്റെ കിഴക്കുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന AKG എക്സ്പ്രസ്സിൽ കയറി തലസ്ഥാനത്ത് ഇറങ്ങേണ്ടതാണ്. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. ഞാനിനി കൂടുതൽ പറഞ്ഞാൽ പ്രസ്ഥാനം താങ്ങില്ല എന്ന് കുട്ടി പറഞ്ഞപ്പോഴാണ് ഒരു പഴയ ടിൻറ്റുമോൻ ഫലിതം ഓർമ്മ വന്നത്. ടിൻറ്റുമോൻ സ്കൂളിൽ നിന്നും വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഫാഷൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചാനൽ മാറ്റിയിട്ട് അച്ഛൻ പറഞ്ഞു, പാവങ്ങളാണ് മോനെ തുണി വാങ്ങാൻ കാശില്ലാത്തവരാ. അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, ഇതിലും പാവപ്പെട്ടവർ വരുമ്പോൾ വിളിക്കണേ അച്ഛ. ഇതേ പറവൂർ നടിയോടും പറയാനുള്ളൂ. കേട്ടതിലും തുണിക്കുറവുള്ള പുതിയ കഥകളുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിക്കണേ. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനാ.